ഷാഫി രോഗബാധിതനായി കിടക്കുന്ന സമയത്ത് ഷാഫി ഇമാം പറഞ്ഞു, നഫീസത്തിനോട് ദുആ ചെയ്യാൻ പറഞ്ഞു, ഇങ്ങനെ സുഖമില്ലാന്നുള്ള ഇവർ അറിയിക്കുന്നതാണ്. ആളുകളോട് പോയി നഫീസത്തിനോട് പറഞ്ഞു, ഇമാം ഷാഫി ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറഞ്ഞേക്കാണ്, സുഖമില്ല, മൂപ്പർക്ക് കിടപ്പിലാണ്. അപ്പൊ ഷിഫായിന് വേണ്ടിയുള്ള ദുആ ചെയ്ത് ബീവി പറഞ്ഞു, മത്താഹുല്ലാഹു ബിൻ നദ്രി ഇലാ വജ്ഹില്ലാഹിൽ കരീം. എന്റെ സഹോദരൻ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിക്ക് അള്ളാഹുവിന്റെ ആ സുന്ദരമായ മുഖം കണ്ട് ആസ്വദിക്കാൻ തൗഫീഖ് കൊടുക്കട്ടെ എന്നുവെച്ചാൽ അപ്പത് പറഞ്ഞേക്കന്നെ. ഷാഫിമാൻ ചെന്ന് ചോദിച്ചു, അയാൾ വന്നു, എന്തേ ബീവി ദുആ ചെയ്തോട്ട്? ബീവി ദുആ ചെയ്തു. എങ്ങനെ ദുആ ചെയ്ത്? ഇങ്ങനെ ദുആ ചെയ്തു പറഞ്ഞപ്പോ എന്നാ എന്റെ മരണം എടുത്തിട്ടുണ്ടെന്ന് ഓർത്ത് പറഞ്ഞ പോലെ ആ രോഗത്തിന് വഫാത്തായി. അത്ര വലിയ കറാമത്തിന്റെ മഹദിയായിരുന്നു ഈ മഹദി. ആ മഹദി മരിച്ചു. എല്ലാ ചരിത്രങ്ങളും കാണാം. നഫീസത്ത് മരിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഭർത്താവ് ഇസ്ഹാഖുൽ മുഅ്തമിൻ റഹിമഹുല്ലാഹ്, അവരുടെ അദ്ദേഹത്തിന്റെ ഭർത്താവ്, അവരുടെ മഹദിന്റെ ഭർത്താവ് ഇസ്ഹാഖുൽ മുഅ്തമിൻ പറഞ്ഞു, അവരെ ജനാസ കബറടക്കാൻ എവിടെ കൊണ്ടുപോകണം? കൈറോയിൽ നിന്ന് മദീനയിലേക്ക് കൊണ്ടുപോകണം. കാരണം മദീനയിലാണ് അവരുടെ വല്യപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത്, അവരുടെ ഉപ്പ ഹസൻ റളിയല്ലാഹു ഉള്ളത്, ഉപ്പാന്റെ ഉപ്പ സയ്യിദുല്ലാഹു ഉള്ളത്, ആ ഉപ്പാന്റെ ഉപ്പ ഹസൻ റളിയല്ലാഹു ഉള്ളത്, അതുപോലെ പിന്നെ അലി റളിയല്ലാഹു അവരൊപ്പുള്ളത്, ഫാത്തിമ റളിയല്ലാഹു ഒക്കെ അവിടെ മദീനത്തും പരിസരത്തുമാണ്. അപ്പൊ ആ കൂട്ടത്തിൽ ഇവർക്ക് വലിയ മഹത്വം കിട്ടും. ആ കൂട്ടത്തിലാണ് ഖബറയിൽ വലിയ ബറക്കത്തായിരിക്കും. അങ്ങോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഖൈറോയിൽ താമസിക്കുന്ന ഈജിപ്തുകാർ മൊത്തം പറഞ്ഞു, ദയവ് ചെയ്ത് ഇസ്ഹാഖ് മുഅ്തമിൻ നിങ്ങൾ ഇവരെ കൊണ്ടുപോകരുത്. ഇവരുടെ ഒരുപാട് കാലത്തെ ഈ ജീവിതം കൊണ്ട് ഞങ്ങൾ ഒരുപാട് പുണ്യങ്ങൾക്ക്, ഒരുപാട് ബറക്കത്ത്, ഞങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. അവർ ഞങ്ങൾക്ക് ഇനിയും വേണം ഇവിടെ കബറടക്കണം പറഞ്ഞു. പറ്റില്ല, അങ്ങോട്ട് കൊണ്ടുപോകണം. അദ്ദേഹം നിർബന്ധം പിടിച്ചു. ലാസ്റ്റ് ഒരു നിലക്കും അവരുടെ ഭർത്താവ് സമ്മതിക്കുന്നില്ല. പിറ്റേന്ന് നേരെ പുലർന്നു, കബറടക്കാൻ സമയമായി. മഹാനായ ഭർത്താവ് ഇസ്ഹാഖുൽ മുഅ്തമിൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇവിടെ തന്നെ കബറടക്കാൻ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്തേ മൂപ്പര് മനസ്സുമാകാൻ കാരണം? താരീഖിന്റെ കിതാബുകൾ പറയുന്നു, ഇസ്ഹാഖുൽ മുഅ്തമിൻ നഫീസത്ത് ബിവറിന്റെ ഭർത്താവ് സ്വപ്നം കണ്ടു. ആരെ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവരുടെ വല്യപ്പാനെ സ്വപ്നം കണ്ടു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ഇസ്ഹാഖ് ലാ തുആരിദ് അഹ്ല മിസ്ര, ഈജിപ്തുകാരോട് തർക്കിക്കാൻ പോകണ്ട, അവർ ഇവിടെ തന്നെ മറവ് ചെയ്യപ്പെടട്ടെ. ഫഇന്ന റഹ്മത തതനസ്സലു അലൈഹിം ബിഖബരിഹാ, അവർ ഖബറുണ്ടെങ്കിൽ ആ റഹ്മത്ത് അവർക്ക് തന്നെ വർഷിച്ചു കൊണ്ടിരിക്കട്ടെ, ഈജിപ്തുകാർക്ക് ആ ബറക്കത്ത് കിട്ടട്ടെ എന്ന് സയ്യിദുനാ ഹബീബുനാ റസൂലുള്ളാഹി സ്വപ്നത്തിൽ അറിയിച്ചു. സ്വപ്നം കാണാൻ സ്വപ്നത്തെ തള്ളണ്ട. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വപ്നം കണ്ടത് ഹക്ക് തന്നെയാണ്. ബാക്കി ഏത് സ്വപ്നം